നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പി ദിവ്യയെ ബലിയാടാക്കിയത് രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗമാണെന്നാണ് പുറത്തുവരുന്ന പുതിയ കാര്യങ്ങൾ തെളിയിക്കുന്നത്. ഇല്ലാത്ത കാര്യങ്ങൾ മനഃപൂർവ്വം ദിവ്യയിൽ ആരോപിച്ച് സമൂഹത്തിന്റെ മുന്നിൽ അവരെ തെറ്റുകാരിയായി ചിത്രീകരിക്കുകയായിരുന്നു. എന്നാൽ ഈ കെട്ടിച്ചമച്ച കഥകൾക്ക് ആയുസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി പി ദിവ്യ സജീവ രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും തിരികെ എത്തിയിരിക്കുന്നത്. 2 ആഴ്ച മുമ്പ് നടന്ന ജില്ലാ പഞ്ചായത്ത് പുനഃസംഘടനയിൽ ദിവ്യയെ ധനകാര്യ സ്ഥിരം സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സ്ഥാനക്കയറ്റം. എന്നാൽ പി ദിവ്യ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ പങ്കെടുത്താൽ എതിർക്കുവാനും പ്രതിഷേധിക്കുവാനാണ് പ്രതിപക്ഷമായ UDFന്റെ തീരുമാനം. നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കേസ് അട്ടിമറിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ADMന്റെ മരണം കൊലപാതകമാണെന്ന് ആരോപിച്ച് കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്താൻ പാർട്ടിയും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യയെ അനുകൂലിച്ച് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ രംഗത്തെത്തിയിരിക്കുകയാണ്. കേസ് CBI അന്വേഷിക്കണമെന്ന ഹർജിയിലൂടെ പി ദിവ്യ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നവീന്റെ കുടുംബം പറയുന്നതെന്നും MV ജയരാജൻ വ്യക്തമാക്കുന്നുണ്ട്. കൊന്ന് കെട്ടിത്തൂക്കി എന്നാണ് ഹർജിക്കാരുടെ വാദം. അതിനർത്ഥം ദിവ്യക്കെതിരായ ആരോപണം നിലനിൽക്കില്ല എന്നു തന്നെയാണ്. നിലവിൽ മികച്ച അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയോ എന്നതിന്റെ സത്യം ജനങ്ങൾക്ക് അറിയില്ലെന്നും ജയരാജൻ പറയുന്നു. നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ ദിവ്യയ്ക്ക് ജാമ്യ വ്യവസ്ഥകൾ കഴിഞ്ഞ ദിവസം മുതൽ ഇളവ് ലഭിച്ചിരുന്നു. കണ്ണൂർ ജില്ല വിട്ടുപോകുന്നതിന് തടസ്സമില്ല എന്നും ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ പങ്കെടുക്കാമെന്നും ഇളവുകളിൽ വ്യക്തമാക്കുന്നുണ്ട്. തലശ്ശേരി സെഷൻസ് കോടതിയിൽ നൽകിയ അപേക്ഷയിലാണ് ഉത്തരവ്. തിങ്കളാഴ്ചകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണമെന്ന വ്യവസ്ഥയ്ക്കും ഇളവ് നൽകിയിട്ടുണ്ട്. ആവശ്യപ്പെടുമ്പോൾ മാത്രം ഹാജരായാൽ മതി. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട ദിവ്യയ്ക്ക് പിന്നീട് ജാമ്യം അനുവദിച്ചിരുന്നു. യാത്രയയപ്പ് ചടങ്ങിൽ പി ദിവ്യ അഴിമതി ആരോപണം ഉന്നയിച്ചതിന് അടുത്ത ദിവസമാണ് നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചെങ്ങളായിലെ പെട്രോൾ പമ്പിന് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ആരോപണം. ഇതിന് പിന്നാലെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ദിവ്യക്കെതിരെ കേസെടുത്തിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ പിന്നാലെ കീഴടങ്ങിയ ദിവ്യ റിമാൻഡിൽ ജയിലിൽ കഴിയുകയും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു. നവീൻ ബാബുവിന്റേത് കൊലപാതകമാണ് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കേസ് CBI അന്വേഷിക്കണമെന്ന് നവീന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു.